ഞാൻ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ GM ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. ഞാൻ ഈ വില്ല മേടിക്കുന്നത് 2012 അതിനുശേഷം 2022 ഡിസംബറിലാണ് ഞാനിവിടെ താമസം ആരംഭിച്ചത്. ഞങ്ങൾക്കിത് വളരെ വളരെ യോജിച്ചു പോകുന്നൊരു വില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ 2-3 ക്രൈറ്റീരിയകളായിരുന്നു ഒരു വില്ല തിരഞ്ഞെടുക്കാൻ വേണ്ടി മാനദണ്ഡപ്പെടുത്തിയത്. ഒന്ന്, ഒരു ആശുപത്രി അടുത്ത് വേണമെന്നും ഒരു അമ്പലം അടുത്ത് വേണമെന്നും. ഇത് രണ്ടും ഈ വില്ലയുടെ സമീപ ഭാഗത്തുണ്ടായിരുന്നു. ഒന്ന് തൊട്ടടുത്ത് ഞങ്ങൾക്ക് നെയ്ത്തിലിക്കാവ് അമ്പലം ഉണ്ടായിരുന്നു, ഒന്ന് പിന്നെ ദയ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ചുകൂടി മാറി അമല ഹോസ്പിറ്റലും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഈ വില്ലകളിൽ സമാധാനമായിട്ടുള്ള ആൾക്കാരാണ് ഉണ്ടായിരുന്നത്, ഒരേ പ്രായക്കാരാണ്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷനും അത്ര കാര്യങ്ങൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് പുറത്തുനിന്ന് വന്ന ഒരാളായതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ട് ഇവിടെ പ്രതീക്ഷിച്ചിരുന്നു, എങ്ങനെയാണ് നാട്ടിൽ വന്ന് താമസിക്കാമെന്ന്. പക്ഷേ ഈ ഒരു ആംബിയൻസിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഞങ്ങൾക്കിവിടെ കംഫർട്ടബിൾ ആണ്, 2 പേരേ ഉള്ളൂ. ഇനി എൻ്റെ ഭാര്യ പറയും എന്താണ്. ഓക്കെ, ഞാൻ ഗീത മേനൻ, വൈഫ് രാധാകൃഷ്ണൻ്റെ. ഞങ്ങൾ ചെന്നൈ, ബാംഗ്ലൂർ എന്ന ഏരിയാസിലായിരുന്നു ഈ ലാസ്റ്റ് 30-35 ഇയേഴ്സ് താമസിച്ചിരുന്നത്. തൃശ്ശൂരിനോട് ഒരു acquaintance ഉണ്ടായിരുന്നില്ല. അപ്പോൾ സോ വെൻ വി ഡിസൈഡഡ് ടു ബൈ ദിസ് ഹൗസ് വിച്ച് വാസ് അറൗണ്ട് 2012, വി ലുക്ക്ഡ് ഇൻ ടു വേരിയസ് പ്രോപ്പർട്ടീസ് ഓൺലൈനാണ് നോക്കിയത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഈ പ്രോപ്പർട്ടി ഞങ്ങൾക്ക് വെബ്സൈറ്റ് കണ്ടത്. ആൻഡ് everything about the property looked great because MLA Road, 2.5 kilometers from പൂങ്കുന്നം എന്നൊക്കെ പറഞ്ഞിട്ട് തൃശ്ശൂരാണ്. പക്ഷേ ആ ടൗണിൻ്റെ ഹസിൽ ബസിൽ അല്ലാണ്ട് ഒരു ക്വയറ്റ് ആൻഡ് സെറീൻ ലൊക്കേലിൽ സിറ്റുവേറ്റഡ് ആയിരുന്നു. സോ വി ഇമീഡിയറ്റ്ലി ഫെൽ ഇൻ ലവ് വിത്ത് ദിസ് പ്രോപ്പർട്ടി ആൻഡ് ദെൻ ദാറ്റ് ഈസ് വെൻ വി ഗോട്ട് ഇൻ ടച്ച് വിത്ത് മിസ്റ്റർ ജോർജ്. അപ്പോൾ ഈ ഒരു വില മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. മോസ്റ്റ് ഓഫ് ദെം were sold off. Then we got in touch with Mr. George and then we met a few people in this locality. And അങ്ങനെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഇനീഷ്യൽ shortlisting the villa and deciding decision making happen ആയത്. But one thing we must say that throughout our journey, right from identifying this place and ഞങ്ങളുടെ registration വരെ, there was absolute excellent support from Mr. George. അത് കാരണം ഞങ്ങൾ നാട്ടിലില്ലാഞ്ഞിട്ടും എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് പോയി. We didn't realize that we were buying the house, and then suddenly one morning we realized registration കഴിഞ്ഞു and we are owners of the property. And like Radhakrishnan said, we have been staying here for 2.5 years now, and we are very lucky. In fact, sometimes I even thank God that somehow ഞങ്ങൾക്ക് ഈ property identify ചെയ്യാൻ പറ്റി. And very good people around here. Very quiet locality ആണ്. 12 villas ഉള്ളൂ ഇപ്പോൾ. I think there's another phase coming up. So we're very happy.